ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നന്മ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത കുറച്ച് പേരുടെ പേര് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് 1-2 ദിവസമായിട്ട് ഒരു ശൂന്യം പോലെ ഉണ്ട് കേട്ടോ. മഴയ്ക്ക് ക്ഷീണമായി തോന്നുന്നുണ്ട്. 2-3 ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ പാടത്തൊക്കെ കുറച്ചൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ക്ഷീണമായ ഇലകളും മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വായിക്കുന്നത് ഉഷ, അതേപോലെ ഫാസിൽ റഹ്മാൻ, പ്രമോദ്, വാഴയിൽ, സുജിത എന്നാണ് അവരെ എൻ്റെ കൂട്ടുകാരിയാണ്. അതുപോലെ സോട്ടിക് എന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല സതീഷ്, പിന്നെ രതീഷ്, രാജേഷ്, ദർശന, സഹജ, ശ്രീവാസ്, ഷാജി മോൻ, കുറുപ്പ്, രാജു കോട്ടയ്ക്കൽ, അതുപോലെ ശ്രീജു, സുജിത, സിദ്ധു, ഷീല മണികണ്ഠൻ, അയ്യൻ വ്ളോഗ്സ്, പ്രവീൺ, പ്രേമി, അമ്പിളി, അങ്ങനെ ഇനി ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്താ പേര്, അപ്പോൾ അവരൊന്നും വിചാരിക്കേണ്ട, അവർ പേരൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരുടെ പേരൊക്കെ വായിച്ചിട്ട് അടുത്ത നമുക്ക് വീഡിയോ പരിപാടി തുടങ്ങാം. മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മോന് മീൻ പിടിച്ച് കൊടുന്നതാണ് പുഴയെന്ന്. അപ്പോൾ ഒരു 5-8 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുടംപുളി ഇട്ടിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കുക ഇവിടെ. അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും എല്ലാതും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അവിടെ തക്കാളിനെ അരച്ച് വെച്ചു. അപ്പോൾ നാളികേരം അരയ്ക്കണില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കുഴമ്പാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സിയിലൊക്കെ ചതച്ച് വെച്ചു, തക്കാളി അരച്ച് വെച്ചു. അപ്പോൾ ബീട്രൂട്ട് അവിടെ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുരിങ്ങടല നോക്കിയിട്ട് ഞാനിത് പറമ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇല കിട്ടി. രാവിലെ നേരം സമയമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇല ഇടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ചെന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരടുപ്പത്ത് മീൻകറിയൊക്കെ വെക്കുകയാണ്. അതേപോലെ ഒരടുപ്പത്ത് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ നേരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചതച്ചതൊക്കെ കൂടിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയൊക്കെ ചതച്ചത് കൂടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. അതിലേക്ക് തക്കാളി പേസ്റ്റാക്കിയില്ല, അതും കൂടി അതിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് ചാറിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചത്. അപ്പോൾ തനിയെ ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ ചാറിന് കട്ടി കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചത്. പിന്നെ അതിലേക്ക് മീൻ്റെ അടന്ന് നല്ല മസാല പോലെ വന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ 2 കഷ്ണമാക്കിയിട്ട് പുളിയിൽ അതിൽ ഒഴിച്ചു കേട്ടോ. പിന്നെ കുടംപുളി ഇട്ടു. രാവിലത്തെ അങ്ങനെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ. അതിൻ്റെ ഇടയിൽ ബീട്രൂട്ടൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മീനും ഇട്ടു. മീൻ അവസാനമാണ് ഇട്ടത്. അങ്ങനെ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ട് നല്ല കട്ടിയായിട്ട് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി വിജയേട്ടൻ 8 മണിക്ക് പണിക്ക് പോകാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂട്ടാനും ചോറൊക്കെ പാത്രത്തിലാക്കണം. അപ്പോഴേക്കും ഉപ്പേരി റെഡിയാക്കാണ്ട് വേഗം വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് കടുക് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് മുളക് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മിക്സിയിൽ പൊടിപ്പിച്ചതാണ്. അതും കൂടി ഇട്ടിട്ട് ഞാൻ ആദ്യം മുരിങ്ങണ്ടല ഇട്ടിട്ട് ഒന്ന് ആദ്യം വഴറ്റി, അതിന് ശേഷമാണ് ഞാൻ ബീട്രൂട്ട് വേവിച്ചത് അതിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. അങ്ങനെ മുരിങ്ങടലൊക്കെ ഇട്ടുണ്ട്. കമൻറ്റ് ചെയ്ത കുറച്ച് പേരുടെ പേര് വായിച്ചു പറഞ്ഞില്ല. അപ്പോൾ അത് ലൈക്ക് ചെയ്ത ആൾക്കാരും ദേഷ്യപ്പെടരുത് കേട്ടോ. ഞാൻ വായിച്ചു എന്ന് തന്നെ ഉള്ളൂ.
അപ്പോൾ കുറേ ദിവസമായി പേരുകളൊക്കെ വായിച്ചിട്ട്. ഞാൻ പേര് വായിച്ചിട്ടില്ലെങ്കിലും ഫോണിൽ എന്തായാലും നേരെ ശ്രദ്ധിച്ച് വായിക്കുന്നുണ്ട്. എല്ലാവരും പേരും ഒക്കെ വായിക്കണൊക്കെ ഉണ്ട്, അല്ല നോക്കണൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വായിച്ചു എന്നുള്ളൂ. അതുകൊണ്ട് ഇതിൽ കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നും വിചാരിക്കുന്നു വേണ്ട. എല്ലാവരും കമൻറ്റ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്താൽ മതി. ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലും മതി കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ കമൻറ്റ് ചെയ്താൽ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഒഴിവുള്ള ആൾക്കാർക്കും ജോലിക്ക് പെട്ടെന്ന് രാവിലെ പോകാനും തിരക്ക് പിടിച്ച ആൾക്കാർക്കൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും നേരം കിട്ടില്ല. അതുകൊണ്ട് ആരും വിഷമിക്കുന്നു വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്ക് എൻ്റെ നന്മ വ്ളോഗ്സിലേക്ക് അവരും ബുദ്ധിമുട്ടിയിട്ടായാലും കമൻറ്റ് ചെയ്തിട്ട് അവർക്ക് ഞാനൊരു റിപ്ലൈ കൊടുക്കണം തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഞാൻ കമൻറ്റ് ചെയ്താൽ അവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അങ്ങനെ നമ്മുടെ ഉപ്പേരിയും കൂട്ടാനൊക്കെ ആയി. ചേട്ടൻ പണിക്ക് പോയി. ഇനി ഞാൻ ഇഡ്ഡലി അതേപോലെ മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ. രാവിലെ നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് ചാറൊക്കെ. ഇപ്പോൾ 2-3 നേരത്തേക്കൊന്നും കറി തികയില്ല. ഒരു നേരത്തേക്ക് തന്നെ തികയുള്ളൂ കറി വെച്ചാൽ. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നാളികേരമൊക്കെ അരച്ച് നീട്ടി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ തികയും കേട്ടോ. എന്തായാലും 200 ചില്ലറ വീഡിയോസുകളായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിപ്പോൾ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോകളും കണ്ടിട്ട് ലൈക്കൊക്കെ ചെയ്യണം. ഇപ്പോഴത്തെ വീഡിയോ മാത്രം കണ്ടാൽ പോരാ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കുറച്ച് വേഗം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇത് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം.